നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ചതയം നക്ഷത്രത്തെ കുറിച്ചാണ്. ചതയം നക്ഷത്രക്കാരുടെ 2026 വർഷം മെയ് 16 മുതൽ 31 വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ ഫലങ്ങളെക്കാൾ ഉപരി ഇവർക്ക് ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവരുടെ ജീവിതത്തിൽ വളരെ സമാധാനകരവും സന്തോഷകരവുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് കൂടി നമ്മൾ പറയുന്നുണ്ട്. ഇതൊരു പൊതുവായിട്ടുള്ള ഫലമായതുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ വന്ന് ഭവിക്കുന്ന ഫലങ്ങളാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫലത്തിലേക്ക് കടക്കുകയാണ്. ചതയം നക്ഷത്രക്കാർക്കൊക്കെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പുനഃപരീക്ഷയിലൊക്കെ വിജയശതമാനം വർദ്ധിക്കും. അതായത് നിങ്ങൾ ചില പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് വേണ്ടുവോളം തൃപ്തിയോടെ എഴുതാൻ കഴിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് ഫെയിൽ ആയതുകൊണ്ടോ ഒക്കെ നിങ്ങൾ വീണ്ടും പരീക്ഷകൾ എഴുതുന്നത് അത് വളരെയധികം വലിയ വിജയമായിട്ട് നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതായിരിക്കും. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ വളരെ ഭക്തിയോടുകൂടിയും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം വിജയത്തിൽ എത്തുന്നതാണ്. അന്തിമ നിമിഷത്തിലാണ് നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഓർക്കും ചിലപ്പോൾ നിങ്ങൾക്കിത് നേടിയെടുക്കാൻ കഴിയില്ല എന്ന്. പക്ഷെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസവും അർപ്പണ ബോധവും അതിലേക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വിജയിച്ച് എടുക്കാൻ കഴിയുന്നതാണ്. ഉദ്ദേശിച്ച വിഷയത്തിലൊക്കെ ആഗ്രഹിച്ച സ്ഥാപനത്തിലൊക്കെ, അതായത് ഏത് വിഷയമാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ വിഷയത്തിൽ ആഗ്രഹിച്ച ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലൊക്കെ നിങ്ങൾക്ക് ചേരുവാൻ സാധിക്കുന്നതാണ്. ഉപരിപഠനം നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കുന്നതാണ്. കലാകായിക രംഗങ്ങൾ, നറുക്കെടുപ്പ്, സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിലൊക്കെ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതാണ്. സാമ്പത്തിക നേട്ടവും ഈ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ജീവിത പങ്കാളിയുമായിട്ടൊത്തുള്ള ചില നിമിഷങ്ങളൊക്കെ വളരെ ആനന്ദപരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ജീവിതത്തിലെ ചെറിയ താളപ്പിഴകളൊക്കെ ഉണ്ടായിരുന്നു ഈ ദമ്പതികൾ തമ്മിൽ, അതൊക്കെ മാറി സ്വരച്ചേർച്ചയിൽ എത്തുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്നവരൊക്കെ ഒന്നു ചേരുന്ന ഒരു സമയമാണ്. നിങ്ങൾ തൊഴിൽപരമായിട്ടാണെങ്കിൽ പോലും ദമ്പതികൾ തമ്മിൽ ഒന്നിച്ച് താമസിക്കാനുള്ള രീതിയിൽ തൊഴിൽ ഒക്കെ നിങ്ങൾക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾ ചില പദ്ധതി ആവിഷ്കരണമൊക്കെ നടത്തുന്നതും അത് നടപ്പാക്കുന്നതുമായിട്ടുള്ള ഒരു സമയമാണ്. ബിസിനസ് പരമായിട്ടുള്ള ചില നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സ്വയം തൊഴിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ സമയത്ത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ധനസ്ഥിതി വളരെ മെച്ചപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചെറിയ കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും മുന്നോട്ട് അത് മാറി കിട്ടുന്നതാണ്. ചെറിയ ചെറിയ വരുമാന സ്രോതസ്സുകളൊക്കെ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നുണ്ട്. പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ, ഒന്നിലധികം വരുമാന മാർഗങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്നാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. പ്രാർത്ഥന കൊണ്ടും വഴിപാടുകൾ കൊണ്ടും ഒക്കെ നിങ്ങൾ ഒരുപാട് നാളായിട്ട് സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കൊക്കെ ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ മുൻകാലങ്ങളെ ഓർത്ത് നിങ്ങൾ മനസ്സ് വിഷമിപ്പിച്ച് നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ പോലും ഭയത്തോടെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആ കാര്യം നിങ്ങൾ ഇവിടെ നിർത്തേണ്ടതാണ്. നിങ്ങൾ പഴയ കാര്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട ഒരു സമയമാണ്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് അവസരങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. പക്ഷെങ്കിൽ നിങ്ങളുടെ ഭയം കാരണം നിങ്ങൾ അവസരങ്ങളൊന്നും നിങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാവരുടെയും ജീവിതം ഒരുപോലെ ആയിരിക്കില്ല. എല്ലാ കാലവും മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. സുവ്യക്തമായിട്ടുള്ള ധാരണയും ലക്ഷ്യബോധവും ഒക്കെ ഉള്ളതിനാൽ നിങ്ങൾക്ക് സംയുക്ത സംരംഭങ്ങളിൽ നിന്നൊക്കെ പിന്മാറിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ വരെ പറ്റിയ സമയമാണ്. നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ മറ്റൊരു കാര്യം കാണുന്നുണ്ട്. ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പമൊക്കെ നിങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. ചെറിയ ആശയക്കുഴപ്പങ്ങളൊക്കെ ഈ ഭരണ സംവിധാനത്തിൽ കാണുന്നുണ്ട്. ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൽ ചില താളപ്പിഴകളൊക്കെ ഉണ്ടാവാം. അതൊക്കെ ഒന്ന് മാറ്റേണ്ട ഒരു സമയമായിട്ടുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾ സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ വേണ്ട രേഖകളൊക്കെ കയ്യിൽ കരുതുക എന്നുള്ളതാണ്. അതായത് വേണ്ട രേഖകളൊക്കെ വാങ്ങിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യുക. അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ ഉണ്ടായിരുന്നവരുടെ രോഗങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാവുന്നതാണ്. പൂർണ്ണമായിട്ടും മാറുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏത് പ്രായക്കാർക്കും ഒരേപോലെ അനുഭവവേദ്യമാകുന്ന ഒരു ഫലമാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണുന്നത്. ഇത് ബന്ധു സമാഗമമൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട്. ബന്ധുക്കൾ മൂലം നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന
ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ചില നക്ഷത്രക്കാർക്ക് ബന്ധുക്കൾ മൂലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നെങ്കിൽ ചതയം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ബന്ധുക്കൾ മൂലം സന്തോഷപരമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്തുകൊണ്ടും വളരെ നല്ലൊരു സമയമാണ്. ചതയം നക്ഷത്രക്കാര് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ മാത്രം മതിയാവുന്നതാണ്. വരുന്ന അവസരങ്ങളെ നിങ്ങൾ ഭയമില്ലാതെ നേരിടുക, അതിന്റെ വിജയസാധ്യതകളെ മനസ്സിലാക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. താൻ പാതി ദൈവം പാതി എന്നാണ്. അപ്പോൾ തന്റെ പാതി താൻ തീർച്ചയായിട്ടും ചെയ്താൽ മാത്രമേ വിജയസാധ്യത ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. ചതയ നക്ഷത്രക്കാര് എല്ലാവരും പ്രാർത്ഥനയോടെ പോവുക, സഹജീവികളോട് കരുണ കാണിക്കുക. അപ്പോൾ ഇത് ചതയം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. ഇത് നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ഫലം നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.